ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിലെ പാഠഭാഗങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് കഴിഞ്ഞ പ്രാവശ്യം മാറി വന്ന പുസ്തകമാണല്ലേ. നിങ്ങളുടെ മലയാളം 1ാം ഭാഗം ടെക്സ്റ്റ് ബുക്കിൽ 3 യൂണിറ്റുകളാണ് വരുന്നത്. ആദ്യത്തെ യൂണിറ്റ് കനക ചിലങ്ക എന്ന് പറയുന്ന യൂണിറ്റാണ്. രണ്ടാമത്തേത് പലഹാരപ്പൊതി എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ്. മൂന്നാമത്തേത് മനുഷ്യൻ്റെ കൈകൾ എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ്. അപ്പോൾ ഇങ്ങനെ 3 യൂണിറ്റുകളാണ് നിങ്ങൾക്ക് 1ാമത്തെ ഭാഗം ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ളത്. ഇതിലെ 1ാമത്തെ യൂണിറ്റായ കനക ചിലങ്ക എന്ന് പറയുന്ന യൂണിറ്റിലെ പാഠഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാഠഭാഗങ്ങളും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും ഇതുപോലെയുള്ള എല്ലാ പാഠങ്ങളും ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ 1ാമത്തെ യൂണിറ്റ് എന്താണ്? കനക ചിലങ്ക എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ്. അതിന് താഴെ നമുക്ക് 2 വരി കൊടുത്തിട്ടുണ്ട്. അമ്മ ചൊല്ലി തന്ന ഭാഷ, ഞങ്ങൾ കൺമയെ പോലെ ഈ ഭാഷ. PD ഭാസ്കര പണിക്കർ എഴുതിയ 2 വരികളാണ്. മലയാള ഭാഷയെക്കുറിച്ച് പറയുന്ന 2 വരികളാണല്ലേ. ആദ്യം നമുക്ക് നമ്മുടെ അമ്മ ചൊല്ലിത്തരുന്ന ഭാഷ മലയാള ഭാഷയാണ്. അതുപോലെ നമുക്ക് അമ്മയെ പോലെയാണ് നമ്മുടെ മലയാള ഭാഷ എന്നാണ് ഈ ഒരു 2 വരിയിൽ PD ഭാസ്കര പണിക്കർ എന്ന കവി നമ്മളോട് പറയുന്നത്. അടുത്തത് കാക്കിരി പൂക്കിരി എന്ന് പറയുന്ന ഒരു കവിതയാണ് തന്നിട്ടുള്ളത്. രാമകൃഷ്ണൻ കുമരനെല്ലൂർ എഴുതിയ ഒരു കവിതയാണ്. തൂവൽ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് കാക്കിരി പൂക്കിരി എന്ന് പറയുന്ന ഒരു കവിത. ചെറിയ ഒരു കവിതയാണ്, മാത്രമല്ല നല്ല രസകരമായി ചൊല്ലാനും പറ്റിയ ഒരു കവിതയാണ്. നമുക്കൊന്ന് ചൊല്ലി നോക്കാം. കാക്കിരി പൂക്കിരി തെന്മാവിൻ്റെ എത്താം കൊമ്പത്ത്, കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു, കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു, കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പു കുലുക്കുന്നു, കാക്കിരി പൂക്കിരി 4-5 നിലത്തു വീഴുന്നു, കാക്കിരി പൂക്കിരി തേൻതുള്ളിക്കളി നാവിനു സമ്മാനം. നമുക്ക് ഈ കവിതയുടെ ആശയം ഒന്ന് നോക്കിയാലോ. വലിയൊരു തേന്മാവിനെ കുറിച്ചാണ് കവിതയിൽ പറയുന്നത്. തേന്മാവിൽ നിറയെ മാങ്ങകൾ പഴുത്തു നിൽക്കുന്നുണ്ട്. ആ വലിയ തേന്മാവിൻ്റെ ചുവട്ടിൽ കുട്ടികൾ കളിക്കുന്നുണ്ട്. പെട്ടെന്ന് ശക്തിയായ ഒരു കാറ്റ് വീശുകയാണ്. തേന്മാവിൻ കൊമ്പുകൾ കുലുങ്ങുകയും 4-5 മധുര മാമ്പഴം നിലത്തു വീഴുകയും ചെയ്യുന്നു. നിലത്തു വീണ മാങ്ങകൾ കുട്ടികൾ ഓടിച്ചെന്ന് പെറുക്കിയെടുത്തു. അവരുടെ നാവിൽ മാമ്പഴത്തിൻ്റെ തേൻ മധുരം നിറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ കവിതയിൽ പറയുന്നത്. ഇതാണ് നമ്മുടെ കവിതയുടെ ആശയം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കവിത നന്നായി ഒന്ന് വായിച്ചു നോക്കുക. കവിത എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? താളം പിടിച്ച് ഈണത്തിൽ കവിത ചൊല്ലി നോക്കൂ. അപ്പം നമ്മളോട് താളം പിടിച്ചുകൊണ്ട് ഈണത്തിലൊന്ന് കവിത ചൊല്ലി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കൂട്ടുകാർക്കുള്ളൊരു പ്രവർത്തനമാണ്. അപ്പോൾ അത് കൂട്ടുകാർ നന്നായിട്ട് കവിതയൊന്ന് ഈണത്തിൽ ചൊല്ലി നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഈണമൊക്കെ മാറ്റി നല്ല രീതിയിലൊന്ന് ചൊല്ലി നോക്കാം കേട്ടോ. അടുത്തത്, ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന 2 വാക്കുകൾ ഏതെല്ലാം? ആ വാക്കുകൾ കൊണ്ട് എന്തൊക്കെയാവാം ഉദ്ദേശിക്കുന്നത്? കൂട്ടുകാരുമായി പങ്കുവെക്കുക. അപ്പം നമ്മളോട് ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന 2 വാക്കുകൾ കണ്ടെത്താനും ആ വാക്കുകൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് എഴുതാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. ഉത്തരം കാക്കിരി പോക്കിരി. കാക്കിരി പോക്കിരി എന്ന് പറയുന്ന വാക്കുകളാണ് ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്നത് അല്ലേ. കവിതയ്ക്ക് കാവ്യഭംഗി പ്രതിനിധാനം ചെയ്യുന്ന 2 വാക്കുകളാണ് ഇത്. കുട്ടികൾക്ക് ഈണത്തിൽ ചൊല്ലുമ്പോൾ രസകരമായി ചൊല്ലാനും ഈ വരികൾ സഹായിക്കുന്നു. അടുത്ത ചോദ്യം, കവിതയ്ക്ക് ചുറ്റുമായി യോജിച്ച ചിത്രം വരച്ച് നിറം നൽകി ഭംഗിയാക്കൂ. അപ്പോൾ കവിതയ്ക്ക് ചുറ്റുമായിട്ട് അതിന് യോജിച്ചൊരു ചിത്രം വരച്ചിട്ട് അതിന് നിറമൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കൂട്ടുകാർക്കുള്ളൊരു പ്രവർത്തനമാണ്. കവിത എന്തിനെ കുറിച്ചാണ്? മാമ്പഴത്തിനെ അല്ലെങ്കിൽ മാവിനെ കുറിച്ചാണല്ലേ. ഒരു തേന്മാവൊക്കെ വരച്ച്, വലിയൊരു തേന്മാവ് വരച്ച് അതിന് നല്ല ഭംഗിയിൽ അതിൽ മാമ്പഴങ്ങളൊക്കെ വരച്ച് കൊടുത്ത് അതിന് കളറൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ കൂട്ടുകാർ. അടുത്തത്, വരച്ച ചിത്രം പരസ്പരം പങ്കുവെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് കൂട്ടുകാർ നിങ്ങളുടെ കൂട്ടുകാരുമൊക്കെ ആയിട്ട് ഒന്ന് പങ്കുവെച്ച് നോക്കൂട്ടോ. അവർ വരച്ച ചിത്രം ആണോ നിങ്ങൾ വരച്ച ചിത്രമാണോ ഭംഗി കൂടുതൽ എന്നൊക്കെ നോക്കൂട്ടോ. അപ്പോൾ അതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു പ്രവർത്തനം. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്ത് നോക്കണേ. അടുത്തത്, വാമൊഴി ചന്തം എന്ന് പറയുന്ന ഒരു നാടൻ പാട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. എന്തൊരു കിലുക്കമുള്ള ഭാഷയാണ് നമ്മുടെ മലയാളം. കിലുക്കം നിറഞ്ഞു കവിഞ്ഞതാണ് നമ്മുടെ പാട്ടും പറച്ചിലും. അപ്പോൾ എന്താണ്? എന്തൊരു കിലുക്കമുള്ള ഭാഷയാണ് നമ്മുടെ മലയാളം എന്നാണ് പറയുന്നത്. കിലുക്കം നിറഞ്ഞു കവിഞ്ഞതാണ് ഏത്? നമ്മുടെ പാട്ടും പറച്ചിലും എല്ലാം കിലുക്കം നിറഞ്ഞതാണ് എന്നാണ് നമ്മുടെ നാടൻ പാട്ടിൽ പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. തിന്താരോ തക എന്നാണ് നാടൻപാട്ടിൻ്റെ പേര്. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ.
ഒന്നാനമ്മയ്ക്കും മക്കൾക്കും ആടാൻ രണ്ടാം കുന്നിന്മേൽ ഊഞ്ഞാല്, രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ, തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. മൂന്നാമമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ നാട്ടിലെ പൊന്മാല, നാലാമമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചേല. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ, തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. അപ്പൊ ഇതാണ് നമ്മുടെ നാടൻ പാട്ട്. നല്ലൊരു ഈണത്തിലുള്ള നാടൻ പാട്ടാണല്ലേ. അപ്പൊ ഇത് കൂട്ടുകാർ നല്ല ഈണത്തിലൊക്കെ ഒന്ന് ചൊല്ലി നോക്കൂട്ടോ. അപ്പൊ നമുക്കിതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? കൂട്ടുകാരുമൊത്ത് ഈ പാട്ട് താളമിട്ട് പാടൂ. അപ്പം നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ ഈ പാട്ടൊന്ന് താളമിട്ടുകൊണ്ട് പാടാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് കൂട്ടുകാരൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല അടിപൊളി പാട്ടാണ്, കൂട്ടുകാർക്ക് എല്ലാവർക്കും നന്നായി പാടാൻ സാധിക്കും. അപ്പോൾ കൂട്ടുകാരെല്ലാവരും അതൊന്ന് പാടി നോക്കൂ കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, ഈ പാട്ടിന് തുടർച്ചയായി ചില വരികൾ കണ്ടെത്താമോ? എഴുതി താളമിട്ട് പാടൂ. അഞ്ചാനമ്മയ്ക്കും മക്കൾക്കും പോകാൻ ആറാം കടവിലെ പൂന്തോണി, ആറാനമ്മയ്ക്കും മക്കൾക്കും കാണാൻ ഏഴാം കാവിലെ തുള്ളാട്ടം. തിന്താനോ തക തിന്താനോ, തിന്താനോ തക തിന്താനോ. അപ്പോൾ ഈ വരി നമുക്ക് അതിൻ്റെ കൂടെ ചൊല്ലാൻ പറ്റുന്ന വരികളാണല്ലോ. അപ്പോൾ ഇതുപോലുള്ള വരികളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അടുത്തത്, ചില വായ്ത്തരികൾ ടീച്ചറോടൊപ്പം ചൊല്ലി ആസ്വദിച്ചല്ലോ. നിങ്ങളുണ്ടാക്കിയ വായ്ത്തരികൾ എഴുതി വയ്ക്കൂ. വായ്ത്തരികൾ സംഘമായി ചൊല്ലി ആസ്വദിക്കൂ. അപ്പം നമുക്ക് കുറച്ച് വായ്ത്തരികൾ നോക്കാം. തെയ്യക്കം തിന്തിമി തെയ്യക്കം താരോ, തെയ്യക്കം തിന്തിമി തെയ്യക്കം താരോ. അതൊരു വായ്ത്തരിയാണ്. അടുത്ത വായ്ത്തരി നോക്കാം. താനാ തന തന താനാ തന തന താനാ തന തന തന്തിനാനാ. അടുത്തത്, തെയ്യക്കം 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 താരോ, തെയ്യക്കം 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 താരോ. അപ്പം ഇതുപോലെയുള്ള വരികളെയാണ് നമ്മൾ വായ്ത്താരികൾ എന്ന് വിളിക്കുന്നത്. അടുത്തത്, ഇത്തരം വായ്ത്താരികളുള്ള നാടൻ പാട്ടുകൾ ടീച്ചർ തരും. അവ പാടി രസിക്കൂ. ബാലസഭയിൽ അവതരിപ്പിക്കൂ. അപ്പോൾ കൂട്ടുകാർക്ക് ബാലസഭയുണ്ടാകുമല്ലേ. അപ്പം നിങ്ങളോട് ഇത്തരത്തിലുള്ള നാടൻ പാട്ടുകൾ ടീച്ചർ തരും. അവ നിങ്ങളോട് ബാലസഭയിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത ചോദ്യം, നിങ്ങൾ വായ്ത്താരിയും നാടൻ പാട്ടും മടി കൂടാതെ ചൊല്ലിയോ? സ്വയം പരിശോധിക്കൂ. അപ്പോൾ വായ്ത്താരയും നാടൻ പാട്ടുകളും മടി കൂടാതെ കൂട്ടുകാർ ചൊല്ലിയോ എന്ന് നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ വർക്കുകളാണ് നമുക്ക് ഈ പാഠഭാഗത്തുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് ചെയ്യാനുള്ള എല്ലാ വർക്കുകളും കൂട്ടുകാർ സ്വയം ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞ പാഠഭാഗങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പാഠഭാഗങ്ങളെല്ലാം നമ്മൾ ചാനലിൽ എത്രയും വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.